أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتدد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 218 വചനമാണ് നിങ്ങൾ കേട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ആദരണീയ മാസത്തെ അതിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനെ നിഷേധിക്കുന്നതും മസ്ജിദ് ഹറാമിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്നതും അവിടുത്തെ നിവാസികളെ അതിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതും അള്ളാഹുവിൻ്റെ പക്കൽ അതിനേക്കാൾ വലിയ അപരാധമാകുന്നു. ഫിത്ന കൊലയേക്കാൾ വലിയ കുറ്റമത്രേ. അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവോളം അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അങ്ങനെ അയാൾ അവിശ്വാസിയായും കൊണ്ട് മരിക്കുകയും ചെയ്യുന്നതായാൽ അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോകുന്നതാണ്. അവർ നരകാവകാശികളാകുന്നു. അവരതിൽ ദീർഘകാലം വസിക്കുന്നതായിരിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ആദരണീയ മാസങ്ങളെക്കുറിച്ച്, അതായത് മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ, അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നു. ഈ മാസങ്ങളിൽ യുദ്ധം അനുവദനീയമാണോ എന്ന്. ഹുസൂർ പറയുകയാണ്, ഈ ചോദ്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇക്കാര്യത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷവും മക്കക്കാരുടെ ക്രോധത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. പകരം അവർ മദീനക്കാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങളുടെ ഈ ആളുകൾക്ക് അഭയം നൽകിയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് 2 വഴിയേയുള്ളൂ. ഒന്നുകിൽ അവരെ എല്ലാവരെയും വധിക്കുക, അല്ലെങ്കിൽ അവരെ മദീനയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു അവരുടെ നിലപാട്. അവർ ഇപ്രകാരം സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, അതായത് ഞങ്ങൾ മദീനയെ ആക്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരെയും കൊന്നൊടുക്കി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ കൈവശപ്പെടുത്തും. അവർ വെറും ഭീഷണിയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നില്ല. അവർ വെറും ഭീഷണിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറിച്ച് മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പും അവർ ആരംഭിച്ചു. ആ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസ്ഥ എന്താണെന്നാൽ, പലപ്പോഴും അവിടുന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉണർന്നിരിക്കുമായിരുന്നു. അതുപോലെ സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും രാത്രികാലങ്ങളിൽ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. രാത്രിയുടെ ഇരുട്ടിൽ ശത്രുക്കൾ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കാനുള്ള ജാഗ്രതയായിരുന്നു സഹാബാക്കൾ ചെയ്തിരുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു വശത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രങ്ങളുമായി സമാധാന കരാറുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. മറുഭാഗത്ത് ഖുറൈശികൾ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തയെ തുടർന്ന് ഹിജ്റ 2-ാം വർഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 12 അംഗ സംഘത്തെ നഹലിയിലേക്ക് അയച്ചു. അദ്ദേഹത്തിന് ഒരു കത്ത് നൽകിക്കൊണ്ട് അവിടുന്ന് നിർദ്ദേശിച്ചു, 2 ദിവസത്തിന് ശേഷം മാത്രമേ ഈ കത്ത് തുറക്കാവൂ. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം ആ കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: നിങ്ങൾ നഖ്ല എന്ന സ്ഥലത്ത് തങ്ങുകയും
ഖുറൈശികളുടെ നീക്കങ്ങളെക്കുറിച്ച് വിവരം ശേഖരിച്ച് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ അപ്രതീക്ഷിതമായി സിറിയയിൽ നിന്ന് കച്ചവടച്ചരക്കുമായി കുറച്ച് ഖുറൈശികൾ മടങ്ങുകയായിരുന്നു. ആ ഒരു ഖുറൈശികളുടെ ഒരു ചെറിയ സംഘം ആ വഴി കടന്നുപോയി. ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജാഷിർ റളിയല്ലാഹു അൻഹു സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് അവരെ ആക്രമിച്ചു. ഇതിൻ്റെ ഫലമായി ശത്രുപക്ഷത്തെ അംർ ഇബ്നു ഹദ്റമി കൊല്ലപ്പെടുകയും 2 പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ യുദ്ധമുതലുകൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ മദീനയിൽ തിരിച്ചെത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങേയറ്റം അതിന് അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകിയിരുന്നില്ല. മാത്രമല്ല അവർ കൊണ്ടുവന്ന യുദ്ധമുതലുകൾ സ്വീകരിക്കുവാനും ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാവുകയും ചെയ്തില്ല. ഇതിൻ്റെ കൂടുതൽ ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.